ഒരു സാധനം നോക്കിയേ കാണൂല എന്നുള്ള എൻ്റെ വീട്ടിലെ പരാതിക്ക് മെയിൻ ഇരയാണ് ദൈവം. ഇന്ന് നമുക്ക് ഇവനൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ക്ലേ ആണ്. നമുക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് തരം ടൂൾസ് എടുക്കാം? കാരണം നമുക്ക് ഇതിനെ ഒഫീഷ്യലി അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് ടൂൾസ് ഇട്ട് നമുക്ക് ചെയ്യാം? ആദ്യമായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കൊഴുകുന്നതിന് പരത്തിയെടുക്കണം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് തറയിൽ പിടിച്ചു. നമ്മളപ്പോൾ ഒരു ബോൾ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചാണ് ചെയ്യുന്നത്. ഞാൻ ഈ കുപ്പിയും പാട്ടയൊക്കെ എടുക്കുന്നതിന് മിക്കവാറും എൻ്റെ അമ്മയിൽ നിന്ന് ഇറക്കി വിടും. നമുക്ക് പക്ഷേ ക്ലേ ആണല്ലോ പ്രധാനം. നമ്മൾ പരത്തി നമുക്ക് ആ ഒരു കണ്ണാടിയുടെ ഏത് സ്ഥലമാണോ വേണ്ടത് അതും വെച്ച് നമ്മൾ സാധനം പരത്തിയെടുക്കും. അത്രയും ഡിസ്റ്റൻസിൽ ഞാനൊരു 4-5 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് ആ ബോർഡിൽ നൂറ്റി പിടിക്കാണ്ട് സാധനം കൈ കിട്ടുന്നത്. നല്ല രീതിയിൽ പരത്തിയതിന് ശേഷം നമുക്ക് ഏത് ഡിസ്റ്റൻസിലാണോ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിക്കൊന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ആ കണ്ണാടി വയ്ക്കാൻ സൈസിനാണ് ഇത് മുറിക്കുന്നത്. ഏത് ഷേപ്പിലും മുറിക്കാം. ഞാൻ കണ്ണാടി ഡിസ്റ്റൻസ് അതിനകത്തിരിക്കുന്ന ആ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാനൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് മുറിച്ചതെങ്കിലും ഞാൻ കണ്ണാടി വെച്ച് നോക്കുന്നുണ്ട്. നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയ ക്ലേ കൊണ്ട് ഞാനിതിന് 4 സൈഡും ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം വച്ചിട്ടാണ് അത് ഇതുമായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ഞാനത് തൊടുമ്പോഴും അതിന് 2ആയിട്ട് കീറി എൻ്റെ കയ്യിൽ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം നോക്കിയും കൊണ്ടും എടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഞാൻ 4 സൈഡും ഇതുകൊണ്ടൊന്ന് ചെയ്യാണ്. നമുക്ക് ഈ വീഡിയോ ഞാനൊരു വൈകുന്നേരം എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ക്വാളിറ്റി കുറയുന്നത് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് വെള്ളം കൊണ്ട് 4 സൈഡും ഒന്ന് സെറ്റായിട്ട് ഇത് നമുക്കൊന്ന് ഉണക്കാൻ വയ്ക്കണം. അതിന് മുമ്പ് ഈ വീഡിയോയിൽ ഇതില്ലെങ്കിൽ പോലും ഞാനത് നന്നായിട്ടൊന്ന് ഷേപ്പാക്കുന്നുണ്ട്. ഫുള്ള് ഷേപ്പാക്കിയതിന് ശേഷമാണ് ഇത് ഉണക്കാൻ വയ്ക്കുന്നത്. ഉണക്കാൻ വച്ച് 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2-3 ദിവസം ഈ സൂര്യൻ്റെ വെട്ടം കൊള്ളാണ്ട് ഉണക്കിയാൽ മാത്രമേ നമുക്കിത് പെയിൻ്റ് അടിക്കാൻ കാണുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പെയിൻ്റ് അടിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.